നമസ്കാരം. നാട്ടിലുള്ള സകല ആനകളെയും പറഞ്ഞ് കാട്ടിലേക്ക് വിടണം എന്ന് വാദിക്കുന്നവരും വിശ്വസിക്കുന്നവരും ദയവ് ചെയ്ത് ഇനി കാണരുത്. കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ചിലത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുകയാണ്. ആന ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാണ് ആ അമ്മ ആന. ആ ആന എന്ന വാക്കിൻ്റെ കൗതുകം, ആന എന്ന വാക്കിൻ്റെ വലിപ്പം, ആന എന്ന കാഴ്ചയുടെ മനോഹാരിത, ഇതൊക്കെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രായഭേദമില്ലാതെ തന്നെ ഒരു ചങ്ങലക്കിലുക്കത്തിന് പിന്നാലെ പായുന്ന മലയാളി വീട്ടിനകത്തിരുന്നാൽ പുറത്ത് ഒരു ചങ്ങലക്കിലുക്കം കാണാൻ അത് ഏത് ആനയാണ് വന്ന് നോക്കുന്ന ആ ഒരു ശീലം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആന ഒരു അലങ്കാരങ്ങളുമില്ലാതെ നിൽക്കുന്ന ഒരു 15 ആന ഒരുമിച്ച് നിന്നാൽ അതിൽ 15 ആനകളെയും ഒറ്റനോട്ടത്തിൽ കണ്ട് തിരിച്ചറിഞ്ഞ് അവയുടെ പേരുകൾ പറയുന്ന, അവയുടെ വിശേഷങ്ങൾ പറയുന്ന മലയാളി. അല്ലാത്തവർക്ക് ഇതെല്ലാം ആനയാണ്. 15 ആന. പക്ഷേ അറിയുന്നവന് അത് 15 ആനകളാണ്. 15 പ്രത്യേക ആനകളാണ്. പറഞ്ഞു വരുന്നത്, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ചില കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതിന് സൂചനയായി ചില മാർഗനിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. അതിനുള്ള പ്രതികരണങ്ങളും പല ഭാഗത്തു നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ കൗതുകകരമായി തോന്നി, വളരെ രസകരമായി തോന്നി. സംഭവം ആന എഴുന്നള്ളിപ്പിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് വാദിക്കുന്നവർ ഉണ്ട്. അവരെ സംബന്ധിച്ച് അത് വേണം. കാരണം ആനകളിൽ നിന്ന് സുരക്ഷിതമായ അകലം ആളുകൾ പാലിക്കണം, ആനകളിലെ ഉപദ്രവിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതലെടുക്കണം. അത്തരത്തിലുള്ള നടപടികളെല്ലാം വേണമെന്ന് വാദിക്കുന്ന മനുഷ്യരുണ്ട്. 90% പേരും അല്ലെങ്കിൽ കൂടുതൽ പേരും അത്തരത്തിലാഗ്രഹിക്കുന്നവരാണ്. ആനകളെ ഉപദ്രവിക്കരുത് എന്ന് വാദിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷേ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ ആചാരങ്ങളും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളിപ്പിൽ കൊണ്ടുവരുന്ന ഈ നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഒരു സന്തോഷത്തിനും മനുഷ്യൻ്റെ ഒരു ആചാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണല്ലോ ഈ ഉത്സവങ്ങളും അതുപോലെ തന്നെ ആന എഴുന്നള്ളിപ്പും എല്ലാം ഉണ്ടാകുന്നതും നടന്നു വരുന്നതും. എത്രയോ മനുഷ്യരാണ് ഇത് കാണാനായി വരുന്നത്. അവർക്ക് കിട്ടുന്നൊരു സന്തോഷവും ഒരു ആനന്ദവും അതെല്ലാം നമ്മൾ കണ്ടുവരുന്നതാണ്, നമ്മൾ ശീലിച്ച് വരുന്നതാണ്. കോടതി കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു തിരുവമ്പാടി ദേവസ്വം. നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ തെക്കോട്ടിറക്കം കോടതി പറയുന്നതനുസരിച്ചാണെങ്കിൽ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം എന്നാണ്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം. നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രസിദ്ധമായ തെക്കോട്ടിറക്കത്തിന് ആനകൾ തെക്കോട്ടിറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. 15 ആനകൾ ഇങ്ങനെ വളരെ അടുത്ത്, അല്ലെങ്കിൽ 15 ആനകൾ മുട്ടി ഉരുമിയാണ് ഈ തെക്കോട്ടിറക്കത്തിൽ വരുന്നത്. എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരമാണ്. ഈ ആനകൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്കിടയിലൂടെയാണ് ഈ ആനകൾ മുട്ടി ഉരുമി തെക്കോട്ടിറക്കം നടത്തുന്നത്. ഈ കാഴ്ച പുതിയ നിയന്ത്രണത്തോടെ അന്യമാകുമോ എന്ന ആശങ്ക പൂരപ്രേമികൾക്കുണ്ട്. കാരണം ഒന്നാമത് ഈ 3 മീറ്റർ ദൂരത്തിലൊക്കെ ആനയെ നിർത്താനുള്ള സ്ഥലം അവിടെ ഇല്ല. പിന്നെ ഈ 15 ആനകൾ 3 മീറ്റർ ദൂരത്തിലാണെങ്കിൽ തെക്കുകാട് മൈതാനത്തിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ ആനകളെ നിർത്തേണ്ടി വരും എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ തന്നെ സമീപിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന് തിരുവമ്പാടി ദേവസ്വം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരട്ടെ. തൃശ്ശൂർ പൂരത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടാതിരിക്കട്ടെ. തൃശ്ശൂർ പൂരത്തിൻ്റെ എന്നല്ല, ഒരു പൂരത്തിൻ്റെയും മനോഹാരിത നഷ്ടപ്പെടരുത് എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ചില വകകൾ ഈ ഉത്സവവും അതുമായി ബന്ധപ്പെട്ട ഈ എഴുന്നള്ളത്തും കെട്ടുകാഴ്ചയൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന എത്രയോ മനുഷ്യരുണ്ട്. ആനകളെയൊക്കെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒന്നും ശോഭ കെടുത്തരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത്. പിന്നെ ആനകളുടെ കാര്യം, കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം ഏതാണ്ട് പകുതിയായി. ഒരു 10 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ 10-15 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന നാട്ടാനകളുടെ പകുതി മാത്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണ് കാരണം? പലവിധ കാരണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പലവിധ അന്വേഷണങ്ങളും പഠനങ്ങളുമെല്ലാം നടന്നിട്ടുണ്ട്. ആനകളുടെ രോഗങ്ങൾ മുതൽ ആനകൾക്കുള്ള പീഡനങ്ങൾ വരെ ഇതിന് കാരണമായി പറയുന്നുണ്ട്, കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ ആനകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് നിലവിലുള്ള ആനകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വായിച്ചത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ, കേരളത്തിലെ ഏറ്റവും ഉയരക്കാരനായ ആന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ 13 ലക്ഷം രൂപയ്ക്കാണ് ചാലിശ്ശേരി പൂരത്തിന് ഒരു പൂരക്കമ്മിറ്റി കൊണ്ടുപോകുന്നത് എന്നാണ്.
ആ വാർത്ത സത്യമാണോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരു ആനയ്ക്ക് പണ്ട് ഒരു ആനയെ എഴുന്നള്ളിക്കാനുണ്ടായിരുന്ന ചിലവിൻ്റെ 4 ഇരട്ടിയാണ് ഇപ്പോൾ ഒരു ആനയെ എഴുന്നള്ളിക്കാൻ വേണ്ടി പൂര കമ്മിറ്റികൾ ചെലവിടുന്നത്. കാരണം ആനയെ കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണെങ്കിൽ ആനകളുടെ റേറ്റ് ഈ പറയുന്ന നിലവിലുള്ള റേറ്റിൻ്റെ 4 ഇരട്ടിയും 5 ഇരട്ടിയും ഒക്കെ ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ആനകളെ കൊണ്ടുവരാനുള്ള മനസ്സിലാണ്. കാരണം ആന അത്രയും അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്. പല സ്ഥലത്തും ആനകളെയൊക്കെ രംഗത്തിറക്കിയിട്ട് രംഗത്തിറക്കിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അതത് കമ്മിറ്റികളുടെ സ്വാതന്ത്ര്യമാണ്. ചില സ്ഥലത്ത് ആനയെ ഒഴിവാക്കി വരും മറ്റ് സാധനങ്ങൾ, പല്ലക്ക്, കുതിര തുടങ്ങിയ കൊണ്ടുവരുന്നത്. ഏതായാലും ഒരു ആന ഇങ്ങനെ നെറ്റിപ്പട്ടമൊക്കെ ചൂടി ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ ആയി ഒരു ആന ഇങ്ങനെ തലയെടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യവും ഒരു കുതിരയ്ക്കും കിട്ടില്ല, ഒരു പല്ലക്കിനും കിട്ടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നേരത്തെ പറഞ്ഞു, ഇതെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ആനയെ പണ്ട് മുതലേ ആനയെ മെരുക്കി മനുഷ്യൻ വളർത്തുന്നുണ്ട്. യുദ്ധത്തിന് വരെ ആനയെ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട്. അവിടെ നിന്നെല്ലാം നമ്മൾ മാറി കാലക്രമേണ അല്ലെങ്കിൽ ഇനിയും കാലം മുന്നോട്ട് പോകുമ്പോൾ ഉത്സവത്തിൽ നിന്നും ആനയെ ഒഴിവാക്കുന്ന തീരുമാനങ്ങളും ഒഴിവാക്കുന്ന നടപടികളും ഒക്കെ ഉണ്ടാകാം. ആന ഇല്ലാതായി പോകുമെന്നുള്ള ആശങ്കയൊക്കെ അസ്ഥാനത്താണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കേരളത്തിൽ തന്നെ ഒരു ദിവസം വെറുതെ ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയാൽ എത്രയോ സംഭവങ്ങളാണ്. കാട്ടിലുള്ള ആന നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യനെ ഓട്ടിച്ചിട്ട് ചവിട്ടുന്നു. ഇതിലൊന്നും ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആളുകൾക്ക് ആശങ്കയില്ലേ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. കാരണം ഈ ആനകളുടെ എണ്ണം കൂടുന്നു എന്ന പഠനങ്ങൾ സ്ഥിരമായി വരുന്നുണ്ട്. ഈ എണ്ണം കൂടുന്ന ആനകളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പറയുന്നത് ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന കൊള്ളാവുന്ന ആനകളെല്ലാം പിടിച്ച് ഒരു അമ്പല കമ്മിറ്റി കൊടുക്കണമെന്നാണ്. അവരിതിനെ കൊണ്ടുപോയി വളർത്തി ഇടനിലത്തിനെ കൊണ്ടുപോയി എഴുന്നള്ളിച്ച് അപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ള ഈ ആനകളുടെ എണ്ണം കുറഞ്ഞത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ആനകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും എല്ലാം മാറും. താല്പര്യമുള്ള അമ്പല കമ്മിറ്റികൾക്കെല്ലാം ഒരു ആനയെ കൊടുക്കാനുള്ള അനുവാദം, ഒരു ആനയെ കൊണ്ടുപോയി വളർത്തി അതിനെ പരിപാലിച്ച് എഴുന്നള്ളിക്കാനുള്ള അനുവാദം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഈ നാട്ടിലിറങ്ങി കൃഷി മനുഷ്യനെ നശിപ്പിക്കുന്ന ആനകളുടെ ഉപദ്രവം അതോടെ അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. യോജിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആനകളില്ലാത്ത ഉത്സവ കാഴ്ച അല്ലെങ്കിൽ ആനകളില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഭയങ്കര ബോറാണ്. അത് ഉത്സവം കണ്ടിട്ടുള്ളവർക്കറിയാം. ഉത്സവം ജീവിതത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇവിടെ എല്ലാം അലിഞ്ഞു തിരിഞ്ഞ് ഇതിലെല്ലാം കാണുന്ന മനുഷ്യർക്കറിയാം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പാമ്പാടി രാജനും പുതുപ്പള്ളി കേശവനും ഒക്കെ കേരളത്തിൽ ജനിച്ചതായാലും പുറത്തുനിന്ന് വന്നാലും എല്ലാം മനോഹരമായ ആനകളാണ്. ഇവരെയൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ എന്തോ ഒരു ചന്തമാണ്. അങ്ങനെ മനുഷ്യന് സന്തോഷം തരുന്ന ജീവികൾ, നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്ന ജീവികളാണെങ്കിൽ അവരവിടെ നിന്നോട്ടെന്നേ, അവരുപദ്രവിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം 100% യോജിക്കുന്നു. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ പൊതുവെ പല നിയന്ത്രണങ്ങളുണ്ട്. അതായത് ആനകളെ ലോറിയിൽ കൊണ്ടുപോകുന്ന ലോറിയിലൊക്കെ അത് നടത്തിക്കരുത്, ഒരുപാട് ദൂരം നടത്തിക്കരുത്, ഇതൊക്കെ നല്ല നിർദ്ദേശങ്ങളാണ്. പക്ഷേ സാധാരണ ആനകൾ ഒരു ദിവസം കിലോമീറ്റർ കണക്കിന് കാട്ടിലൂടെ സഞ്ചരിക്കാറുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ആ നടന്നു പോകുന്ന ആനകളെ ലോറിയിൽ കൊണ്ടുപോയി അവരുടെ ശരീരം അനങ്ങുന്നില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ രണ്ട് ഭാഗത്തും തുടരുന്നുണ്ട്. ആനപ്രേമികൾ തന്നെ 2 വിഭാഗമുണ്ട്. ആനപ്രേമികളെന്ന് പറഞ്ഞാൽ ഉത്സവത്തിനൊക്കെ ഈ ആനയെ കൊന്ന് കണ്ട് സന്തോഷത്തോടെ അവ എഴുന്നള്ളിക്കുന്നതെല്ലാം കാണുന്ന ആനപ്രേമികളൊരു വശത്ത്, ആനകളെല്ലാം പറഞ്ഞ് കാട്ടിൽ വിടണം, അവർ കാട്ടിലാണ് വളരേണ്ടത് എന്ന് വാദിക്കുന്ന ആനപ്രേമികൾ മറ്റൊരു വശത്തുണ്ട്. ഏതായാലും ഒരു നാട്ടിൽ ഏതൊരു കാര്യത്തിനും 2 അഭിപ്രായം ഉണ്ട് എന്നിരിക്കെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെയൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി ഒന്ന് ആലോചിച്ച് നടപ്പാക്കാൻ കഴിയുന്ന നിയന്ത്രണങ്ങൾ മാത്രമേ ഇതിനകത്ത് നടപ്പാക്കാവൂ എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. വെറുതെ എന്തിനാണ് നമ്മൾ മനുഷ്യൻ്റെ സന്തോഷങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കാണുന്നത് എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ സന്തോഷമുള്ള ഒരുപാട് മനുഷ്യരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാണുന്ന സന്തോഷമല്ലേ പിന്നെ ഈ കാണുന്ന പൂരത്തിനും ഉത്സവത്തിനും ഇത്ര ആളുകൾ വന്നിട്ട് കുത്തി വരയുടെ കാര്യമൊന്നുമില്ലല്ലോ. ഇവരെല്ലാവരും ആനയെ കാണാനാണ് വരുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയതായാലും കെട്ടാത്തതായാലും ആനയെ കാണാൻ സന്തോഷം തന്നെയാണ്. ആ നാട്ടാനയാകുമ്പോൾ കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് കാണാം. കാട്ടാനയുടെ ഫ്രണ്ട് പോയി അങ്ങനെ കാണാൻ പറ്റുമോ? പറ്റില്ല. ആന എടുത്ത് എറിയും.
അപ്പോൾ ഇങ്ങനെ നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളും ചില തീരുമാനങ്ങളും ചില നിർദ്ദേശങ്ങളുമൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നാട്ടാനകളുടെ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നല്ലത് എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാട്ടാന വന്നാൽ ഞാനെന്ത് കാട്ടാന എന്ന് തിരിച്ചു ചോദിക്കരുത്. കാണാം.